ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് ആയിട്ടാണ്. അതും ഗോതമ്പ് പൊടി കൊണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് കാണാനൊക്കെ നല്ല ഭംഗിയാണ്. ഒരു ഗിഫ്റ്റൊക്കെ പൊതിഞ്ഞു കൊടുക്കുന്ന പോലെയുള്ള ഒരു സൂപ്പർ, കുഞ്ഞുങ്ങൾക്കൊക്കെ കണ്ടാൽ തന്നെ കഴിക്കാൻ തോന്നുന്ന തരത്തിലുള്ള ഒരു സ്നാക്കായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ സ്വാദ് സൂപ്പറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട തന്നെ ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് പെട്ടെന്നൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് 2 കപ്പോളമുള്ള ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു സ്നാക്ക് നമുക്ക് മൈദപ്പൊടി കൊണ്ടും ഉണ്ടാക്കാം കേട്ടോ. പക്ഷെ ഞാനിവിടെ ഗോതമ്പ് പൊടി എടുത്തുവെന്ന് മാത്രം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഞാൻ അല്പം ചില്ലി ഫ്ലേക്സ്, അതായത് ഉണക്കമുളക് ഒന്ന് പൊടിച്ചതോ അല്ലെങ്കിൽ അതൊന്ന് ചതച്ചതോ ആണെന്നുണ്ടെങ്കിലും മതി. നമുക്കിത് ഇപ്പോൾ ചില്ലി ഫ്ലേക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ മേടിക്കാൻ കിട്ടും. അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ. ഇനിയിപ്പോൾ ചില്ലി ഫ്ലേക്സിന് പകരം നിങ്ങൾക്ക് നല്ല ജീരകമാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂണോളം അല്ലെങ്കിൽ 1/4 ടീസ്പൂണോളം നല്ല ജീരകം അല്ലെങ്കിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. നമുക്ക് ആ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഗോതമ്പിൻ്റെ ടേസ്റ്റ് കിട്ടാതെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് ചേർക്കുന്നത്. ഇനി ഇതിനകത്തോട്ട് ചെറു ചൂടുവെള്ളം ആവശ്യത്തിന് ഒഴിച്ച് നമുക്കിതൊരു ചപ്പാത്തി മാവിൻ്റെ കണക്കിനൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാൻ ചെറു ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട് അല്പം. ഇനി ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ച് ഞാനിത് ചപ്പാത്തി മാവിന് കണക്കിന് ഒന്ന് കുഴച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇവിടെ മാവ് ഈ ഒരു കണക്കിന് കുഴച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് 1 ടീസ്പൂണോളമുള്ള സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നെയ്യാണെങ്കിലും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഞാൻ 1 മിനിറ്റും കൂടെ എക്സ്ട്രാ സമയം എടുത്ത് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ മാവ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ മാവ് നോക്കിക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് ഇത് 2ആയിട്ടൊന്ന് പിരിക്കണം. കാരണം ഒന്ന് നമ്മൾ മെയിൻ ആയിട്ടുള്ള ഫില്ലിംഗ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാവ്, അതാണ് കൂടുതൽ വെക്കേണ്ടത്. അതാണിപ്പോൾ ഞാൻ ആ ബൗളിനകത്ത് വെച്ചിരിക്കുന്നത്. ആ ഒരു മാവാണ് ഏറ്റവും കൂടുതൽ, അതാണ് വേണ്ടിയത്. പിന്നെ വളരെ കുറച്ച് മാത്രം ഈ ഒരു കുഞ്ഞ് ബോളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഒരു സൂത്രം കാണിക്കണം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. നിങ്ങൾ ഒരു തമ്പനിയിൽ കണ്ട പോലെ ഒരു ഒരു പിങ്ക് കളറിലേക്ക് നമുക്കതൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ വലിയ ബോള് ഇതിനകത്ത് തന്നെ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇതിനകത്തോട്ട് ഈ കുഞ്ഞ് ബോളിനകത്തോട്ടാണ് നമ്മൾ കുറച്ച് കളർ ചേർക്കുന്നത്. അപ്പം ഞാനിന്ന് ചേർക്കുന്ന കളർ എന്ന് പറയുന്നത് ബീട്രൂട്ടിൻ്റെ, ഈ ബീട്രൂട്ട് ഇത് വേവിച്ച ബീട്രൂട്ടാണ്. ഇത് ഞാൻ മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ട് വരുന്നുണ്ട്. ആ ബീട്രൂട്ടിൻ്റെ നീര് കണ്ടോ, ഇതാണ് ഞാൻ നമ്മുടെ ആ ഒരു മാവിനകത്തോട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ എൻ്റെ കൈ കണ്ടോ, ബീട്രൂട്ടിൻ്റെ ഒരു നിറക്ക ആയി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല നിറമുള്ളൊരു ബീട്രൂട്ടാണിത്. അപ്പം ഞാനിനി ചെയ്യാൻ പോകുന്നത്, നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ കുഞ്ഞ് മാവിനകത്തോട്ട്, കുഞ്ഞ് ബോളിനകത്തോട്ട് ഇതേപോലെ തന്നെ ഒരു 2-3 നീര് അല്ലെങ്കിൽ തുള്ളി നമുക്കിതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്നും കൂടെ ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനിയിപ്പോൾ ചിലപ്പം പൊടി വേണ്ടി വരും. അങ്ങനെ പൊടി വേണം എന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ എക്സ്ട്രാ പൊടി നമുക്കിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കണം. നമ്മുടെ മാവ് ഇവിടെ റെഡിയാണ് കേട്ടോ. ഇത് കുറച്ച് നേരം നമുക്കൊന്ന് മാറ്റി വയ്ക്കാം, ഒരു 5 മിനിറ്റ്. അപ്പോഴത്തേക്ക് അതൊന്നും കൂടെ കളറ് ഒന്ന് മാറ്റം വരും ഇതിന്. അപ്പോൾ ഈ 2 മാവും ഞാൻ ഇതുപോലെ മാറ്റി വെക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു 5 മിനിറ്റ് മാറ്റി വെക്കുന്ന നേരം കൊണ്ട് ഒരു ഫില്ലിങ് തയ്യാറാക്കണം. അതിനായിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ 5 ടീസ്പൂണോളമുള്ള എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിനകത്തോട്ട് ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചിയും അരിഞ്ഞിട്ടുള്ളതാണ് ചേർത്തിരിക്കുന്നത്. അത് 1 ടേബിൾ സ്പൂണോളം ഉള്ളത് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നുണ്ട്. ഒരു 3 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള പച്ചമുളക്, ഞാനിവിടെ 1 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു പച്ചമണം മാറി കഴിയുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് ഞാൻ 1.5 സവോളയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ അതും ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത് ചേർത്തിട്ടുണ്ട്. ഇത് നമുക്ക് 1 മിനിറ്റോളം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവോളയൊക്കെ വന്നിട്ടുണ്ട്. ഇത് ഒത്തിരി കുഴഞ്ഞു പോകേണ്ട കാര്യമില്ല. ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്കിത് എടുക്കാം. കാരണം നമ്മൾ ഇതിനകത്തുള്ള ഫില്ലിംഗ് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/4 ടീസ്പൂണോളമുള്ള മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂണോളമുള്ള കാശ്മീരി ചില്ലി പൗഡർ, അതുപോലെ 1/2 ടീസ്പൂണോളമുള്ള ഗരം മസാലപ്പൊടി. ഇത്രയും പൊടികളാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ചാറ്റ് മസാലയൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിക്കൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഒരു ഫ്ലേവറിനനുസരിച്ച്, ഇഷ്ടമുള്ള ഫ്ലേവറിനനുസരിച്ച് ചേർക്കാം.
ഞാനിപ്പോൾ ഇത്രയും മസാലപ്പൊടികളാണ് തൽക്കാലം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അടുത്തത് ഞാൻ ഇതിനകത്തോട്ട് 2 പുഴുങ്ങിയ മുട്ടയാണ് എടുത്തിരിക്കുന്നത്, അതാണ് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ പുഴുങ്ങിയ മുട്ട ഞാൻ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ചെറുതായിട്ട് മുറിച്ചിട്ടിടാം. ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്. അതിന് പകരം ഞാൻ ഒരു ഗ്രേറ്റർ വെച്ചിട്ട് മുട്ട നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിടുന്നുണ്ട്. അപ്പോൾ മുട്ട നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. അതുപോലെ വലിയ എന്താ പറയുക കട്ടകൾ പോലെ കെടുക്കില്ല. അപ്പോൾ അതാണ് എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മളിതൊരു ഫില്ലിംഗ് ആയിട്ട് വെക്കുന്നത് കൊണ്ട് എപ്പോഴും മാക്സിമം കനം കുറഞ്ഞിട്ട് എടുക്കാനാണ് നോക്കേണ്ടത്. അപ്പോൾ ഞാൻ മുട്ട ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. മുട്ട 2ഉം ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വളരെ പതുക്കെ, ഒത്തിരി ബലം കൊടുത്തിട്ടൊന്നും നമുക്ക് ഇളക്കി കൊടുക്കണ്ട. മുട്ടയുടെ മഞ്ഞൊക്കെ പെട്ടെന്ന് ഉടഞ്ഞു പോകും. അതുകൊണ്ട് വളരെ പതുക്കെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തത് ഞാൻ ഇതിനകത്തോട്ട് അല്പം മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് മല്ലിയില ചേർക്കാം, അല്ലെങ്കിൽ കറിവേപ്പില ആണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അടുത്തത് ചേർക്കുന്നത് ഒരു 3 ടേബിൾ സ്പൂണോളുള്ള ഗ്രീൻ പീസാണ്. ഇത് വേവിച്ചിട്ടുള്ള ഗ്രീൻ പീസാണ്. അപ്പോൾ ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളുള്ള ചിക്കൻ മസാല അല്ലെങ്കിൽ മീറ്റ് മസാല, ഇതിലേതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മുടെ ഈ ഒരു മസാലയ്ക്ക് ഒരു ഫ്ലേവർ കൂടുതൽ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ഉപ്പ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇച്ചിരി കുറവായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചേർത്ത് ഒന്നും കൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ ഫ്ലെയിം ഓഫാക്കി. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡിയാണ്. കാണാനൊക്കെ നല്ല കളർഫുള്ളാണ്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് മാവ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം നമുക്കൊരു ചപ്പാത്തി കണക്ക് പരത്തുന്ന കണക്ക് നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. മാവൊക്കെ നന്നായിട്ട് തന്നെ സോഫ്റ്റായിട്ട് വന്നിട്ടുമുണ്ട്. ഒന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും കണ്ടോ, അത് നമ്മൾ ഒരു മിനിറ്റ് എക്സ്ട്രാ എടുത്ത് നമ്മളത് നന്നായി കുഴച്ചെടുത്തത് കൊണ്ടാണ് അത്രയും സോഫ്റ്റായി വന്നിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ഇഷ്ടത്തിൻ്റെ ആ ഒരു വലിപ്പത്തിനനുസരിച്ച് ഇതൊന്ന് പരത്തിയെടുക്കണം. ഞാനിപ്പോൾ ഈ ഒരു കണക്കിനാണ് വലിപ്പത്തിലാണ് ആദ്യം പരത്തിയെടുത്തത്. പിന്നീട് അത് വറുത്ത് വന്നപ്പോഴാണ് അത് വലിയതായി പോയത് എനിക്ക് മനസ്സിലായത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഇത്ര വലിപ്പത്തിൽ ആദ്യമേ പരത്തണ്ട. ഞാനിപ്പോൾ ഇത് കാണിക്കാനും കൂടെ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഇത് ഇട്ടിട്ടുള്ളത്. കാരണം ഇത് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും വലുതായിട്ട് വന്നു. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വലുതാവും ഇത് വറുത്ത് വരുമ്പോഴത്തേക്കും. അപ്പോൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മളൊന്ന് ചപ്പാത്തി കണക്കിന് പരത്തുക, നടുക്കിൽ ഈ ഒരു ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. എന്നിട്ട് 2 സൈഡിൽ നിന്നും ഇതുപോലെ ഒന്ന് മടക്കിയിട്ടുണ്ട്. പിന്നെ കയ്യിൽ ഞാനിപ്പോൾ തേച്ചിട്ടുള്ളത് അല്പം വെള്ളമാണ്. വെള്ളം ഒന്ന് സൈഡുകളിലൊക്കെ ഒന്ന് പെട്ടെന്ന് ഒട്ടാൻ വേണ്ടിയിട്ട് സൈഡുകളിൽ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷേ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അല്ലാതെ തന്നെ ഇത് മാവല്ലേ, നന്നായിട്ട് ഒട്ടുന്നുണ്ട്. എങ്കിലും ഒരു എക്സ്ട്രാ നമ്മൾ ഒരു ഇതെടുത്ത് ഒന്ന് ഒട്ടിച്ചു കൊടുത്തേ ഉള്ളൂ. അപ്പോൾ ഇതൊരു ബോക്സ് പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് എല്ലായിടത്തും ഒന്ന് ഇതുപോലെ വിരൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സെക്യൂർ ആയിട്ട് അത് അവിടെ ഇരുന്നോളും. അതുപോലെ തന്നെ സൈഡൊക്കെ ഒന്ന് ചെറുതായി ഒന്ന് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ബോക്സ് ഷേപ്പ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വേറൊരു മാവ് ബീട്രൂട്ടിൻ്റെ നീര് ചേർത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മാവാണിത്. അതിൽ നിന്ന് ഒന്നില്ലെങ്കിൽ നമുക്ക് ഇതൊരു വലിയ ഷീറ്റ് പോലെ പരത്തി നമുക്കിതിൽ നിന്ന് ഓരോ എന്താ പറയുക നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്, ലൈൻ പോലെ. ഞാനിപ്പോൾ അങ്ങനെ കാണിക്കുന്നില്ല. ഞാനിപ്പം ആവശ്യത്തിനനുസരിച്ച് മാത്രമേ ഞാനിത് കട്ട് ചെയ്യുന്നുള്ളൂ. അപ്പം ഞാൻ കാണിക്കാം. അപ്പോൾ ആദ്യം അല്പം പൊടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നമുക്കിതൊരു കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പിസ്സ കട്ടർ വെച്ചിട്ടോ നമുക്കിതൊന്ന് വരഞ്ഞെടുക്കാം. അപ്പം ഞാൻ കാണിക്കാം. ഞാനപ്പോൾ ഈ ഒരു മാവ് പരത്തിയെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തുനിന്ന് ഞാൻ ആദ്യത്തെ ഒരു ഭാഗം ഒന്ന് മുറിച്ച് മാറ്റുന്നുണ്ട്. കാരണം നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് മുറിച്ചെടുക്കാം. നമുക്കൊരു റിബൺ പോലെ അത്രേ ഉദ്ദേശിച്ചുള്ളൂ. നിങ്ങൾക്കിതിൽ കളർ ചേർത്ത് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പം കളറൊന്നും ചേർക്കാതെ വളരെ നാച്ചുറൽ ആയിട്ടുള്ളൊരു കളർ ചേർത്തുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ബീട്രൂട്ടിൻ്റെ നീര് ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പോൾ കണ്ടോ. അപ്പോൾ ഇതുപോലെ ഒരു റിബൺ പോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഒരു ഭാവനയ്ക്ക് അനുസരിച്ചൊക്കെ ഇതിനെ മാറ്റം വരുത്താം കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു റിബൺ മുഴുവൻ ഇങ്ങനെ ചുറ്റി കൊടുക്കാം. അതല്ല നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ചെയ്യാം. സീബ്ര ഒരു വര പോലെയൊക്കെ നിങ്ങൾക്ക് ആക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഇതൊരു ഗിഫ്റ്റ് പോലെ എന്നുള്ള രീതിയിൽ നമ്മളൊരു ഗിഫ്റ്റൊക്കെ പൊതിയത്തില്ലേ, അതേപോലെ അങ്ങ് ചെയ്തു എന്ന് മാത്രം. അപ്പോൾ അതിന് ഞാൻ ഇനി പറയാതെ നിങ്ങൾക്ക് കാണുമായിരിക്കും ഇച്ചിരി കൂടെ മനസ്സിലാവാൻ എളുപ്പം.
അപ്പോൾ അതാ ഞാനതാ എക്സ്ട്രാ വരുന്ന ഈ ഒരു ഭാഗം നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് മുറിച്ച് മാറ്റിയെടുത്ത് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തുന്ന നല്ല സെക്യൂർ ആയിട്ട് ഇരുന്നോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കുട്ടി ഗിഫ്റ്റ് ബോക്സ് ഇവിടെ റെഡിയാണ്. ഇതിൻ്റെ ഉള്ളിലെ ഫില്ലിങ്ങും അതുപോലെ ഇതൊരു പപ്സിൻ്റെ ടേസ്റ്റ് തന്നെയാണ്. ഇതിനകത്ത് വേറെ വ്യത്യാസം എന്ന് പറയാനില്ല, കാണാനുള്ള ഒരു ഭംഗി, ഒപ്പം പപ്സ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുന്ന ഒരു ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഇത് ഇനി ഞാൻ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുത്തിട്ട് വരാം. ഇനി രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ രണ്ടാമത്തെ ഇതൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. അത് ഞാൻ ഒത്തിരി വലുതായിട്ടല്ല പരത്തിയെടുക്കുന്നത്, ഞാൻ കാണിക്കാം. കണ്ടോ, ഞാൻ ഈ ഒരു വലിപ്പം മാത്രമേ എടുത്തുള്ളൂ കേട്ടോ. ആദ്യത്തെ എടുത്തത് ഇച്ചിരി വലുത് ആയതുകൊണ്ട് ഇത് ഞാൻ കുഞ്ഞിതായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ രണ്ട് സൈഡ് നമ്മൾ മടക്കി അല്പം വെള്ളം ആ ഒരു ഭാഗത്തൊക്കെ തേച്ചിട്ട് അത് ഒന്ന് സെക്യൂർ ആയിട്ടൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ 4 എണ്ണം അതുപോലെ ഒന്ന് ചെയ്ത് വെച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണത് കാണാനിരിക്കുന്നത്. ഇനി നമുക്കിത് ഓരോന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. എണ്ണ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കിയതിന് ശേഷം അതൊരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റുക. എന്നിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. അപ്പോൾ അത് മറക്കാതെ തന്നെ ചെയ്യുക. എങ്കിലാണ് നമുക്കിതിൻ്റെ പുറവും അകവും ഒക്കെ ഒരുപോലെ തന്നെ കഴിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ വെന്ത് വരത്തുള്ളൂ. ഗോതമ്പാണ്, ഇച്ചിരി സമയം എടുത്തിട്ടാണ് ഇതാവുക. അല്ലെങ്കിൽ ഇതിൻ്റെ പുറക്കം കാണാൻ നല്ല ഭംഗി വരും, പക്ഷെ ഉള്ളിൽ പ്രോപ്പറായിട്ട് വെന്ത് വരത്തില്ല. അപ്പോൾ ഇതാ ഇവിടെ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി വന്നിട്ടുണ്ട്, ഉള്ളൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതൊന്ന് വറുത്ത് കോരാം. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ്. അതുപോലെ ഇച്ചിരി സമയം ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. പക്ഷെ ഇത് പറഞ്ഞ പോലെ സമയം എടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു റിബൺ പോലെ സാധനം ഉണ്ടാക്കുമ്പം അത് എക്സ്ട്രാ ഒരു പണി തന്നെയാണ്. പക്ഷെ ഇതിൻ്റെ ഔട്ട്പുട്ടൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്കത് കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും വിരുന്നുകാർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോഴേക്കൊക്കെ നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു പഫ്സ് ഒക്കെ കഴിക്കുന്ന ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഇതിൻ്റെ ഫില്ലിംഗ് തന്നെയാണ്. ഇതിനകത്തുള്ള മുട്ടയുടെ ഫില്ലിംഗ് ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അത് വളരെ സ്വാദാണ്. അപ്പോൾ ഇത് ഞാൻ എന്തായാലും ബാക്കിയുള്ളതും കൂടെ ഒന്ന് വറുത്തെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഞാൻ ഈ 4 എണ്ണം വറുത്തെടുത്ത് വന്നിട്ടുണ്ട്. ഇതാ നമ്മുടെ സമ്മാനപ്പൊതി ഇവിടെ റെഡിയാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.